എന്താടാ എന്താ ഇതേ ഈ പരസ്യത്തിന്റെ വൈൻഡിങ് വയറൊക്കെ കൂടി വെച്ച് കെട്ടിയിട്ടേ ഏറാൻ ഇറക്കല്ലത്. ഇവന്മാരെ കൊണ്ടൊക്കെ ഉള്ള ഉപകാരങ്ങള് അതൊക്കെ ഊരിയങ്ങ് വലിച്ചെറി. പിന്നെ ആ സർവീസ് വയറിന്റെ ക്ലാവ് വന്നിട്ടുണ്ടാവും കേട്ടോ, അവിടെ വെച്ച് പറഞ്ഞിട്ടോ. അത് ഞാൻ ക്ലിയർ ചെയ്യാം. കനക ഇതേ ഈ ന്യൂട്രൽ ലൈൻ ഇളകി കിടക്കാണ്. നീ തൽക്കാലം എങ്ങനെയാണ് വെക്കടേ, ഇല്ലെങ്കിൽ പിന്നീട് മാറ്റാത്. അതെ സാറേ, ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തായിരുന്നു. വീട്ടിൽ കറണ്ട് ഇല്ല, ഒരു ലൈൻ പൊട്ടി കിടക്കുക. അതുകൊണ്ട് മോട്ടർ അടിക്കത്തില്ല, വെള്ളവും ഇല്ല, ഒരു തുള്ളി വെള്ളവും ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ അത് നടക്കുമല്ലോ. നിങ്ങളെ രാവിലെ ഓഫീസിലേക്ക് ഫോൺ ചെയ്തത്? ഞാൻ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് വരാട്ടാ. സാറേ ഒന്ന് വാ സാറേ, എന്തെങ്കിലും ഞാൻ ചില്ലറ വല്ലതും തരാം. എന്തോന്ന്? എന്തെങ്കിലും ചില്ലറ വല്ലതും തരാമെന്ന്. നിങ്ങൾ എത്ര ചില്ലറ തരും? അല്ല എത്ര ചില്ലറ നിങ്ങൾ തരും? 500 രൂപ തരാം. നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഞങ്ങളെ കൂടെ കേടെടുത്താൽ നിൽക്കുന്നത് കേട്ടാ. സാറ് ഞങ്ങൾ വന്നോളാന്ന് പറഞ്ഞില്ല, ഇത് കഴിയട്ടെ ചേട്ടാ. സാറേ പാടിന് പോകും, അത് മുറുക്കിയിട്ടുണ്ട്. അതെ, അത് മാറ്റേണ്ടി വരും കേട്ടോ. അത് അതിലൊക്കെ പിന്നെ മാറ്റുന്നേ. ഇപ്പൊ തൽക്കാലം ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെയാണത്. ഞാൻ അവിടെ കേട്ട്. അതെ, ഇപ്പൊ വന്ന കക്ഷിയില്ലേ, അല്ല രാവിലെ വിളിച്ചിരുന്നു ഓഫീസിൽ. അതൊന്ന് മാറ്റി കൊടുത്തൊരു എന്തൊക്കെ ഇടുണ്ടെന്ന് പറഞ്ഞു. അത് മാറ്റാന്ന്. അതെ, ഭക്ഷണം കഴിച്ചിട്ട് പോണോ അതോ? എന്നാ ഭക്ഷണം കഴിച്ചിട്ട് പോവാല്ലേ? നീ ഒരു പണി വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ഇവിടുന്ന് എവിടെ കടയിൽ നിന്ന് കഴിക്കാം. അതെ, വീട്ടിലാരുമില്ല, അവളും ഉമ്മാനെ കൊണ്ട് ആശുപത്രി പോയേക്കാണ്. അപ്പൊ ഞാൻ ഉച്ചക്ക് എവിടെ നിന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് കഴിച്ചു പോയാ പോരെ? വേണ്ട, നീ പോയിക്കോ, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. വേണ്ട, ഞാൻ ജമന്തി വിളിച്ച് പറയാം. വേണ്ടെന്നേ. കുഴപ്പമില്ലാന്ന്, ഏതായാലും ഇവിടെ അടുത്തല്ലേ. വിളിക്ക്. ജമന്തി, ഹലോ ജമന്തി. അന്ന് ഊണ് കഴിക്കാൻ ഫാസിനോടെ കാണൂട്ടാ. എന്തേ? ഒന്നും വേണ്ട, നമ്മൾ കഴിക്കണ പോരെ. കോഴിമുട്ടല്ലേ, ഓംലെറ്റ് ഉണ്ടാക്കിയാൽ മതി. ഒന്നും വേണ്ടെന്നേ. പിന്നെ മീൻ ഉണ്ടാക്കാൻ വർക്കും ചെയ്തോ, പപ്പടം കാച്ചിക്കോ, അത് മതി. അവന് മീൻ മതിയല്ലോ. ഓക്കെ. ശരി. എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ വീട്ടിൽ പോയി അങ്ങോട്ട് ശരിയായി കൊടുത്ത് നോക്കാം. എന്നിട്ട് പോവാം കേട്ടോ. 500 റുപ്യ തരാൻ അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ വാങ്ങില്ല, അത് വാങ്ങിച്ചോ. മേടിച്ചോളാം. 250. അമ്മേ, ഏട്ടൻ വിളിച്ചേക്കണു. ഉണ്ണാൻ വേണ്ടി ഫാസിലും കൂടി വരുമെന്ന്. ഇതായി ആണുങ്ങളുടെ ഒരു സ്വഭാവം. അല്ല, ആരെങ്കിലും ഉണ്ണാൻ വിളിക്കുന്നത് നമ്മുടെ അടുക്കളയിൽ എന്തുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ട വിളിക്കാനുള്ളത്. പണ്ട് ഹവീൽദാരുടെ സ്വഭാവം ഇതായിരുന്നു. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം 3-4 പട്ടാളക്കാർ ഉച്ച സമയത്ത് എന്റെ വീട്ടിൽ ഉണ്ണാൻ വന്നിരിക്കുന്നു. അന്തം വിട്ടുപോയി. ഹവീൽദാരുടെ സ്വഭാവം അല്ലേ, എന്നെ വച്ചേക്കോ. ഞാൻ പതുക്കെ ഇങ്ങ് വിളിച്ചു അകത്ത് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ പോയപ്പോ പറഞ്ഞതല്ലായിരുന്നാ എനിക്ക് വയ്യ, ഞാനിന്നൊന്നും ഉണ്ടാക്കത്തില്ല എന്ന്. ഒന്ന് കുടുക്കിയൊക്കെ മറിച്ച് നോക്കി, ഞാൻ വകവെച്ചു കൊടുത്തില്ല. ഞാൻ ധൈര്യം സംഭരിച്ചോണ്ട് ഞാൻ വന്ന് പറഞ്ഞു, ഇന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. ഹവീൽദാർ ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞതാ എനിക്ക് വയ്യാന്നുള്ളത്. പക്ഷെ എന്തോ ചെയ്യാനാ, അവരും ഒരു വല്ലാതെ ഹവീൽദാരും ആകെ. ഞാൻ പറഞ്ഞു, ഞാനിന്ന് പൊടിയരി കഞ്ഞി ഉണ്ടാക്കി, ചുട്ട തേങ്ങ അരച്ച് ചമ്മന്തി ഉണ്ടാക്കി, പപ്പടം ചുട്ട് വെച്ചിരിക്കുക, പിന്നെ കൊണ്ടാട്ടുണ്ട്, അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. അയ്യോ, അതിനെന്താ, ഞങ്ങൾക്കത് മതി. ഇതുപോലുള്ള ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായി, ഞങ്ങൾക്കിത് മതി, സന്തോഷമായി. അവരതും കഴിച്ചോണ്ട് പൊന്നുപോലെ. അതുപോലെയാണ് ജവായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഫാസിൽ വരുമ്പോഴത്തേക്കും കുറച്ച് പൊടിയരി കഞ്ഞിയും ചുട്ട പപ്പടം ഒക്കെ ഉണ്ടാക്കി വെക്കാം. എന്റെ പനിയാന്ന് പറയാം. നന്നായിരിക്കും, അവനല്ലേ ആള്. പിന്നെ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും അമ്മേ? അവിയലും മത്തിക്കറിയാ? അവിയലും പൊട്ട മത്തിക്കറി. കൊണ്ടാട്ട അരിപ്പില്ലേ? കൊണ്ടാട്ടമൊക്കെ ഉണ്ട്. മുട്ട അരിപ്പില്ലേ? അതൊക്കെ എടുത്തൊന്ന് ശരിയാക്കി. ഞാനേ, നീ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അവിടെ പോയി അവളെ ഇത്തിരി കറിയും കൂടെ വാങ്ങിച്ചോണ്ടോ. തങ്കത്തിന്റെ എനിക്ക് നാണക്കേട് അവിടെ പോയി കറിയൊക്കെ ചോദിക്കാൻ വേണ്ടി. പിന്നെ അവിടുന്ന് കൊണ്ടുവന്ന നിനക്ക് തിന്നാനാവോ? അമ്മ എനിക്ക് പറ്റൂല. പിന്നെ ഞാൻ പോയി എടുത്തോണ്ട് വരാം, നീ ഇവിടെ ഒന്ന് തൂക്ക്. അല്ല, അപ്പൊ കൊണ്ടാട്ടം മറക്കണ്ടേ? തൂത്തിട്ട് കൊണ്ടാട്ടം മറത്താ മതി. ദേവാനിക്ക് ഒരു പണിയും ചെയ്യരുത് കേട്ടാ. അല്ല, പെണ്ണ് തന്നെ എന്തായാലും തൂത്തിട്ട് പോയാ മതി. ഒന്നിനും സമ്മതിക്കില്ല. ഇതെന്തോ നീ അരി അത്രയും ഭാര്യ ഇങ്ങനെ കളഞ്ഞിരിക്കുന്നത്? അരി കളഞ്ഞല്ല, അറിയാതെ പോയതാ. ക്ലീറ്റസോടെ പോയി. ക്ലീറ്റോ പാർട്ടിയുടെ പരിപാടിക്കൊണ്ട് പോയി. കുറച്ച് കഴിയുമ്പോ വരും. എന്തിനു കുറച്ച് കഴിയുമ്പോ വരുന്നത്? നാക്കൊരു തൊഴിലുമില്ല, നടത്തേക്ക് ഒരു കുറവുമില്ല എന്ന് പറഞ്ഞാൽ ഈ ക്ലീറ്റസിന്റെ പെരുമാറ്റം.
എന്താ അമ്മ? ആ ദിവസം പോകും വരും അത്ര തന്നെ. വേണ്ട എല്ലാ കാര്യവും സാധിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. നീ അവരുടെ അടുത്ത് വിളിച്ച് പറ. എന്തിനാ അമ്മ പാവത്തിന് എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയണേ? ഇവിടെ കറി എന്തെങ്കിലും ഉണ്ടാക്കിയ? അതുകൊണ്ട് അവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കി. അവിടെ മത്തി കറിയോ അവിയലും. ഇന്ന് കനകഞ്ചിയുടെ ഉണ്ണാൻ ബാസിലും കൂടെ വരുമെന്ന് പറഞ്ഞു. എന്താ ഫാസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ചൊരു വരവ്? അല്ല പ്രത്യേകിച്ചല്ലല്ലോ, അവൻ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരത്തില്ലേ? കറി ഇപ്പൊ എന്താ? മീൻകറി ഇരിപ്പുണ്ട്. അല്ല മീൻകറി അവിടെ ഉണ്ട്. ദോശക്ക് ഉണ്ടാക്കിയ സാമ്പാർ ഇരിപ്പുണ്ട്. അത് മതിയോ? എന്നാ സാമ്പാർ ഇന്ന് തിരികിതാ. ഞാൻ ബൗളിലെടുത്തോ, ഇളക്കിട്ടെടുക്കിട്ടാ. മതി. അമ്മേ, ഞാനൊരു കാര്യം പറയാൻ പറ്റിയായിരുന്നു. എന്തോന്ന് പറ. ഞാനേ അങ്ങോട്ട് വരാന്ന് ഓർത്തിരിക്കായിരുന്നു. അതിനകത്ത് നിനക്ക് വന്നൂടെ? എന്തോ അത്യാവശ്യം? ഒരു 500 രൂപ തരുമോ? എന്തോത്തിന്? എനിക്ക് നൂലും തുണിയൊക്കെ മേടിക്കാൻ വേണ്ടിട്ടാ. നീ ഈ തയ്ക്കുന്ന കൂലിയൊക്കെ എന്തോ ചെയ്യുന്നത്? എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പോയതാണേ. അമ്മ ഇങ്ങനെ കണക്കൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ കടമായിട്ടൊന്നും അല്ലല്ലോ ചോദിച്ചത്. നാളെ അങ്ങ് തിരിച്ചരില്ലേ? നാളെ തരാന്ന് പറഞ്ഞ് ഇന്ന് വാങ്ങിക്കുന്ന ഞാൻ കടമെന്ന് പറയുന്നത്. വാങ്ങിച്ചോന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. അല്ല നീ അതിന് പരിഭവിക്കുകയൊന്നും വേണ്ട. വാ തരാം. പെറ്റുപോയില്ലേ? ഞാൻ വേഗം വരാട്ടാ. ചോറ് പോകണ്ട, ഇത് കഴിയട്ടെ. അല്ല ബസ്സിലെ എന്തൊക്കെ വിശേഷം? ഉമ്മ സുഖമായിട്ടിരിക്കുന്ന? ഒന്നും പറയണ്ട എന്നെ അമ്മ. ഉമ്മാക്ക് സുഖമില്ല. ഷാഹിദ് ആശുപത്രി കൊണ്ടുപോയൊക്കെയാണ്. അതെന്ത്? എന്ത് വരാൻ ദിവസം അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമല്ലേ. എന്നാ ഒരു പെട്ടി ഗുളിക കഴിക്കാനുണ്ട് കൃത്യമായിട്ട്. പൂവാവിനൊരു കുറവില്ല. വറുത്തതും കരിച്ചതും ഒക്കെ അല്ലേ തിന്നുന്നത്? നിന്നെ കെട്ടികളെടുത്ത് പറയണത് കേട്ടോ. ഉമ്മയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്തതും കരിച്ചതും ഒന്നും കൊടുക്കാൻ നോക്കരുത് കേട്ടാ. പിന്നെ മരുമക്കള് പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മായിമാര് കേൾക്കുമല്ലോ. അല്ലേ വന്നെ അമ്മ തള്ളാരെ കൈ കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവര് തിന്നും. അമ്മ കഴിക്കില്ലേ? എന്തോന്ന്? ഇവിടെ മീൻ വറുത്ത അടക്കല്, ഇറച്ചി വറുത്ത അടക്കല്, പിന്നെ അലുവ കൊടുന്നാലും അത് എല്ലാം വെട്ടി കൊടുക്കും അമ്മ. ഞാൻ കഴിക്കരുത് നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ വിളങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൊരിക്കും. ചുമ്മാ ഇങ്ങനെയൊക്കെ പറയുന്നേ. അമ്മനെ കൊണ്ട് പിന്നെ സമാധാനം ഉണ്ടല്ല. ഇത് വറുത്തതും പൊരിച്ചതും ഒക്കെ ഇവിടെ മാറ്റി വെക്കും. അപ്പൊ ഉമ്മ ഇത് കണ്ടാ പറയുവേ എനിക്ക് തരാതെ കെട്ടിയോളും മാപ്പിളയും കൂടി വിളിച്ച് തിന്നെയാണെന്ന് പറയും. പിന്നെ യുദ്ധം തുടങ്ങിയാണ്. അവളുടെ തന്തക്കും തള്ളക്കും അതിന്റെ തള്ളക്കും ഒക്കെ വിളിക്കും. അല്ല ഈ വയസ്സായി വരുമല്ലോ, ഒന്നാമത് അസുഖം. അതുകൊണ്ട് അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഞാനിപ്പോ അങ്ങനെയായിട്ട് വേണ്ട മീൻകറി വേണ്ട, സാമ്പാർ ഇത്തിരി കഴിച്ചോ. സാമ്പാർ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സാമ്പാർ കുറച്ച് കൊടുത്തോ? സാമ്പാർ ഇപ്പൊ ഇത്രയും പോരെ? അല്ല ഇത്രേ ഉള്ളൂ, തീർന്നു. സാമ്പാർ തങ്കത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. വെള്ളം കുടി. എന്താണ് ചോറിൽ വല്ല പ്രാണിയും കാണും വീണ. പിന്നെ പ്രാണി. എന്താടാ എന്താണ്? മുളകെന്തെങ്കിലും തരിപ്പ് കയറിയാ? ഇല്ല, ചോറിലൊരു ചെറിയ മുടി കിടന്ന തൊണ്ട കുടുങ്ങിയതാണ്. മുടിയാ? ജമന്തി കനക കുഴപ്പമില്ലടാ, ശരിയായത്. പനിയല്ലേ ഉണ്ടായിരുന്ന? ഇല്ല അമ്മ, ഒരു മുടിയേ തൊണ്ടയെ കുടുങ്ങിയ നീളമുള്ള മുടി അവിടെ ഇട്ടിരുന്നത്. കെട്ടി വെച്ചാൽ നിനക്കെന്താ കുഴപ്പം? പലപ്പോഴും പറയുന്നതാണ്, അത് അനുസരിക്കത്തില്ല. കാര്യമില്ലെന്നേ, നമുക്ക് ഭക്ഷണം കഴിക്കാം. വാ, നീ വാ. ഭക്ഷണം കഴിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ അത് മര്യാദക്ക് ചെയ്ത ആ കനക പോട്ടെ, ഒരു ചെറിയ മുടിയുടെ കാര്യമല്ലേ. മുടിയുടെ കാര്യമല്ലോ. നീ ഇത് നോക്ക്, ഈ മുടിയെ നോക്ക്. ഇവിടെ കെട്ടി വെച്ചെന്താ കുഴപ്പം? ആരുമില്ലാതെ ഞാൻ വേറെ ചോറ് എടുക്കാം. മതി, അത് കുഴപ്പം. എല്ലാ വീട്ടിലും ഉള്ളതാണ് ഇതൊക്കെ വഴക്കുണ്ടാക്കുന്നത്. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്നൊന്നിലും തുടങ്ങിയ കേസൊന്നും അല്ലല്ലോ. ഇടയ്ക്കിടയ്ക്കുണ്ടാവും. ഒന്നില്ലെങ്കിൽ വീട്ടിലേക്ക് മുറി, ഇല്ലെങ്കിൽ ഉപ്പുമാവിലും മുടി. വഴക്കുണ്ടാവില്ല. നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ ഞാൻ വന്നിട്ട്. നമുക്ക് കഴിക്കാം. നീ നമുക്ക് ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം. വേണ്ട, നമുക്ക് ഹോട്ടലിൽ കഴിക്കാം. ഇത് കഴിക്കാം പറയണേക്കാണ്. മുടി കയറി വന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുക്കള കയറുമ്പോ മുടി വാരി പിടിച്ച് കെട്ടണം. അത് ഞാൻ അനുസരിക്കത്തില്ല. അമ്മ ഞാൻ മുടി കെട്ടിട്ട് തന്നെ അടുക്കള കയറാറ്. ഞാൻ കാണുന്നുണ്ട്.
ഇതിപ്പോ അമ്മയുടെ മുടിയാന്ന് എനിക്ക് തോന്നണം. പിന്നെ എന്റെ മുടി ഇങ്ങോട്ട് നോക്കിയാണ് എന്റെ മുടി പൊഴിയുന്നതാണ്. എന്റെ മുടിയൊന്നും പൊഴിയുന്നില്ല. അതോ ഒരു മുടി പൊഴിഞ്ഞാൽ അത് ചുറ്റിക്കെട്ടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നീയൊക്കെയാണ് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. എന്റെ മുടിയും പൊഴിയണില്ല. ഞാൻ നല്ല ഒന്നാന്തര എണ്ണയും തേക്കുണ്ട്, ഷാമ്പൂ തേക്കുണ്ട്. നീയൊക്കെ ഈ ചീപ്പെടുത്തിട്ട് വലിക്കുമ്പോഴേ അവിടെ അങ്ങ് ഇട്ടേക്കും. അതങ്ങനെ ചെന്ന് പറഞ്ഞു നിന്ന് വീണതായിരിക്കും. അല്ലാതെ എന്റേതൊന്നും അല്ല. അമ്മ എന്റെ മുടി അല്ലെന്ന്. പിന്നെ അല്ലാതെ ഇവിടെ ആര്? ഇവിടെ ആരെ മുടിയാ? നിന്റെ മുടി തന്നെ. എനിക്കറിയാം ഇത് ആരുടെ മുടിയാന്ന്. അമ്മയുടെ മോളുടെ മുടിയായിരിക്കും. ആ സാമ്പാറിൽ കൂടി ഇങ്ങോട്ട് വന്നേക്കോ പ്രശ്നം ഉണ്ടാക്കാൻ ആയിരിക്കും. എനിക്കും അങ്ങനെ തോന്നുന്നടി. ഇന്നാളൊരു അവള് പറഞ്ഞ അവളുടെ മുടി പൊഴിയുന്നു നല്ല എണ്ണ കാച്ചി തേക്കണമെന്ന്. കണ്ട ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ അമ്മയുടെ മോളെ കൊണ്ട് ഈ കുടുംബത്തിന് എന്നും പ്രശ്നമുള്ളൂ. വെറുതെ ആ ഏട്ടന്റെ വായിൽ കേട്ടു. പിന്നെ നാണക്കെട്ട് ഞാൻ അമ്മയോട് പറഞ്ഞല്ലേ ഈ കറി അവിടെ നിന്ന് എടുക്കണ്ട. ഇനിയിപ്പൊ പോട്ടെ. ഇനി എന്തായാലും ഞാൻ അവിടെ നിന്ന് അവളുടെ ഒരു സാമ്പാർ മേലൊരു സാധനം അവിടുന്ന് എടുത്തോണ്ട് വരട്ടെ. എടീ അപ്പുറത്ത് ഫാസിലിന് എന്തോ വിരുന്നെന്ന് പറയുന്നതായിട്ട് സ്പെഷ്യലും എല്ലാം കാണും. ഉണ്ടെങ്കിൽ ഒരു ചിക്കൻ പീസ് എടുത്തോണ്ട് വരും. പിന്നെ വിരുന്ന് പിന്നെ ഫാസിലിന്റെ വീട് വരെ പോകാൻ പറ്റാത്ത കാരണം കനകം വിളിച്ചോണ്ട് വന്നിട്ടാണ്. അവിടെ കറിയില്ലാത്തോണ്ട് അമ്മ ഇവിടുന്ന് സാമ്പാർ എടുത്തോണ്ട് പോയി. ആ ക്ലീറ്റോന് സാമ്പാർ വേണം, മീൻ വേണം. പപ്പടം ഉണ്ടോ? പപ്പടം ഒന്നുമില്ല, മീൻ വേണം, സാമ്പാർ വേണം. മീൻചാറ് ഒഴിക്ക്. ആ അമ്മ കഴിച്ചാമ്മ. കനകനും പാസിലും കഴിച്ച്. എന്തെന്നാമേ നിന്റെ മുടി പൊഴിയുന്നുണ്ടാടി? പിന്നെ മുടി പൊഴിയുണ്ട്, ഒരു തല പിടിച്ച് വലിക്കുക ചെയ്യേണ്ടത്. നമ്മളെ മുടിയൊന്നുമില്ല, ദിവസം എണ്ണയൊക്കെ തേച്ച് വെക്കണ മുടി, അത് പൊഴിയൊന്നുമില്ല. എന്തേ മുഖം വളിച്ചിരിക്കുന്ന? അല്ല അവിടെ ബാസിൽ ചോറിനോണ്ടിരുന്നപ്പോ ഒരു മുടി കിട്ടി. ഞാൻ സാമ്പാർ വിളമ്പിയപ്പോഴാണ് അത് കിട്ടിയത്. അതുകൊണ്ടാണ് അവൻ ഛർദ്ദിച്ച് അവന്റെ പാട് വന്ന്. ഓ അവനാണില്ല അവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നുമില്ല കനകൻ. അതിന് ഒരു മുടി ഉണ്ടെങ്കിൽ ഇതിന് മാത്രം പ്രശ്നം ഉണ്ടാക്കണ എന്താ? അല്ല ഞാൻ നിന്റെ മുടി പിടിച്ചു വലിച്ചത് ഈ സാമ്പാർ വിളമ്പിയപ്പോഴാണ്. അതിലാണ് ഇനി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോ. സാമ്പാറിൽ മുടിയൊന്നും വീഴൊന്നുമില്ല. ഞാൻ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുള്ളൂ. പിന്നെ അങ്ങോട്ട് മുടി വീഴല്ലേ? ഒരു നന്മ ചെയ്താ ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. മുടി വേടക്കുന്ന മുടി ഞാൻ വല്ല പുറകെ കൂടി പോകുന്ന നിന്റെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആഹാരം വേവിക്കുമ്പോൾ സൂക്ഷിച്ച് വേഗണം. മനുഷ്യൻ കഴിക്കണല്ലോ മുടി. ഇത് എങ്ങനെ മുടി വന്നത്? അവര് പറഞ്ഞ ചുമ്മാ അല്ല. എന്തെങ്കിലും ചെയ്യുമ്പോ വൃത്തിയായിട്ട് എന്റെ മുടിയല്ല, ഇത് ക്ലീറ്റോന്റെ തലേന്ന് എന്റെ മുടി. അമ്മ എവിടെ നീളം മുടി? എന്റെ മുടി എന്റെ മുടിയാന്നോടി. നോക്കടി എന്റെ മുടി പോലും കണ്ടായത് നിന്റെ മുടിയാണോ? പിന്നെ എന്റേത് തന്നെ. പിന്നെ അല്ലാതെ മനുഷ്യൻ ഭക്ഷണം കഴിച്ചിട്ടോ ഞാൻ വേറെ ചോറ് എടുക്കാന്ന്. നീ വേറെ ചോറും കറി എടുക്കണ്ട. ഇതിപ്പോ അത് വീണ സാധനം തന്നെയല്ലേ, എനിക്കിത് വേണ്ട. പിന്നെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചോറിന് കിട്ടുവോ? ഇവിടെ അയലോക്കത്തിന് ആരും വന്നില്ലല്ലോ ഇത് വേവിക്കാൻ. നിന്റെ മുടി തന്നെയാണ്. അമ്മ പറഞ്ഞത് ശരിയാ, എനിക്ക് വേണ്ട. നീ ഒരു കാര്യം ചെയ്യും, 200 രൂപ എടുത്തേ. എന്തിന്? ഹോട്ടലിൽ പോയി കഴിക്കാം. ഹോട്ടലിൽ പോകാൻ 200 രൂപ ചോറ് തിന്നാ മതി നിങ്ങള്. ഈ ചോറ് എന്റെ പട്ടിക്ക് കൊണ്ട് കൊടുക്കണേ നീ. മുടിയും നല്ലിട്ടിട്ട് ഇനി ചോറ് ഞാൻ എന്താ ക്ലീറ്റോ വേണ്ട, ഞാൻ കടയിൽ നിന്ന് കഴിച്ചോളാം. വേവിക്കുമ്പോ ഒരു വൃത്തിയില്ല. ദൈവത്തിനെ മറന്ന് നിങ്ങൾ വർത്താനം പറയല്ലേട്ടോ ക്ലീറ്റോ. ഭക്ഷണ സാധനത്തിൽ ഒരു മുടി കണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇറങ്ങി പോണവന്മാരെ എന്താ ചെയ്യേണ്ടുന്നത്? ഇനി തിരിച്ചു വരട്ടെ, എനിക്കറിയാം ഇതിനൊക്കെ എന്താ വേണ്ടിയതെന്ന്. സാമ്പാറിന്നല്ല, സാമ്പാറല്ല ക്ലീറ്റോ ഒഴിച്ചേക്കണത് മീനാ. അപ്പൊ പിന്നെ എങ്ങനെ? അപ്പൊ എല്ലാത്തിനും എന്റെ മുടി വീഴാണ്. അപ്പൊ നിന്റെ മുടി ഇങ്ങനെ പൊഴിഞ്ഞോണ്ടിരിക്കുകയായിരിക്കും. അല്ലാതെ അമ്മയ്ക്ക് ചോറ് തരട്ടെ. എനിക്ക് നീ ഇപ്പൊ ചോറ്, എന്റെ മനസ്സങ്ങ് നൊന്ത്. എനിക്ക് ഇനി വയ്യ, ചോറ് ഉണ്ണണ്ട, ഒന്നും വേണ്ട. അമ്മ എന്താ പിന്നെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്തോന്നാടി ഞാൻ ഈ പറയുന്നത്? ആർക്കാണ് മുടി കണ്ടാ പിടിക്കുന്നത്? നിങ്ങളടുത്ത് ഞാൻ പറയത്തില്ലേ തലയിൽ എണ്ണ തേച്ച് മുടി വാരി പിടിച്ച് കെട്ടാൻ? കേക്കത്തില്ല. അതാണ്ട ഇവള് മുടി ഒന്ന് വാരി പിടിച്ച് കെട്ടിട്ട് നാളെ എത്ര ഇതേപോലെ അങ്ങ് ഇട്ടിരിക്കുകയാണ് ഏത് സമയം. അമ്മേ ഞാൻ അപ്പൊ തൊട്ട് അമ്മയുടെ അടുത്ത് പറയാണ്, ഞാൻ എണ്ണ തേക്കുണ്ട്, ഷാമ്പു തേക്കുണ്ട്, അതുകൊണ്ട് എന്റെ ഈ മുടി കൊഴിയൂല. അങ്ങ് പറഞ്ഞു തീരുന്ന മനസ്സിലായി. താണ്ട രുചി എണ്ണ കണ്ടിട്ട് കാലങ്ങളായി. വടിച്ചു കാണാം. അതാണ് പറയേണ്ടുന്നത്. ഏതാണുങ്ങൾക്ക് അടി മുടി ചോറിൽ കണ്ടാ പിടിക്കുന്നത്? മുടി ആവുമ്പോ പൊഴിഞ്ഞു വീഴും. അത് ഇത്ര വലിയ ആന കാര്യമൊന്നുമല്ല. അതിന് ലോകര മുഴുവൻ അറിയിച്ചു എന്താണ് ഭദ്രകാളി തുള്ളി ഇറങ്ങി പോവാനായിട്ട്. ചില ആണുങ്ങൾ അങ്ങനെയാ. പിന്നെ ചില ആണുങ്ങൾ അങ്ങനെയാണോ? എന്റെ പൊന്നെ ഹബീൽദാരുടെ അതേ സ്വഭാവമാണ് അവനും. തുടങ്ങി. പണ്ടൊരു ദിവസം ഉണ്ണാനിരുന്ന് എന്റെ കഷ്ടകാലത്തിന് ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കൊണ്ടു കൊടുക്കുന്നത്. ഉണ്ടോണ്ടിരുന്നതും ചോറിലൊരു മുടി കണ്ട് തവി അങ്ങോട്ട്, പാത്രം ഇങ്ങോട്ട്, കലം അങ്ങോട്ട്, ചട്ടും ഇങ്ങോട്ട്, കറിയും ചോറും എല്ലാം കൂടെ പാകിസ്ഥാനിൽ യുദ്ധത്തോടെ യുദ്ധമായിരുന്നു. പാട് അമ്മ അങ്ങനെ പാടക്കപ്പെടും.
അവിടെ കിടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആരും കാണാനുണ്ടാവില്ല. അമ്മ നോക്കിക്കോ, ഇനി എന്റെ ഈ കൈ കൊണ്ട് പച്ച വെള്ളം ഞാൻ ക്ലീറ്റോന് എടുത്തു കൊടുക്കൂല. ഇവിടെ വന്ന് ചോദിക്കും, ആരെങ്കിലും മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം. അമ്മയുടെ മോനൊരു സാധനം ഞാൻ കൊടുക്കൂല. എന്റെ പൊന്നു നാത്തൂനെ ആ ഫാസിലിന്റെ മുമ്പ് വെച്ചിട്ടല്ലോ എന്റെ തൊലി ഇങ്ങനെ അങ്ങോട്ട് ഉരിച്ചു കളഞ്ഞു. ഉരിച്ചു കളഞ്ഞ്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയമ്മേ, എപ്പ കേറണതാ ഈ അടുക്കളയില്? പണി ഒഴിഞ്ഞിട്ട് ഒരു നേരയില്ല. ആർക്ക് വേണ്ടിയിട്ടാ? ഇവർക്കൊക്കെ തിന്നാനും കുടിക്കാനും വേണ്ടിട്ടല്ലേ കിടന്ന് പെടാപ്പാട് പെടുന്നത്? യവന്മാർക്ക് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ട്. അമ്മ ഇപ്പൊ ഇതൊക്കെ പറയും, എന്നിട്ട് അന്നേരം ഏട്ടന്റെ ഭാഗത്ത് നിന്ന് എന്നെ ചീത്ത വിളിച്ചല്ലോ അമ്മ. അവിടെ വന്നിട്ട് പൂച്ചനെ പോലെ നിൽക്കായിരുന്നു, ഒന്നും വേണ്ടിയില്ല. വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആകുന്നതും അങ്ങ് ക്ഷമിച്ച് കൊണ്ടുപോകുന്നതാണ്. അതാണ്ട് യവന്മാർ ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഒരു പാഠം പഠിപ്പിക്കും. നിങ്ങൾ വരി, ഞാൻ കരുതി വെച്ചിട്ട് തന്നെ ഇരിക്കുന്നു. കരുതി വെച്ചേക്കാം. നിങ്ങൾ വരിയും പിള്ളേരെ, ഞാനല്ലേ പറഞ്ഞു വരി. അത്ര കൊള്ളത്തില്ലല്ലോ അവന്. എന്തെന്നാ പുതിയത്? നീ വെക്കേ ഇത് എന്തോ അത്ര ആലോചിക്കാൻ. ഞാൻ ആലോചിക്കുന്ന അതല്ലളിയാ. പിന്നെ നമ്മൾ ഈ മാവിലളിയാ, ഇത് അവിടെ ആയിട്ടൊരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ആ മാങ്ങ ആരോ പറിച്ചുകൊണ്ട് പോയി. ഞാൻ പറിക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ്. എവിടെ എവിടെ എവിടെ? അതുകൊണ്ടല്ലേ അതോ ആ ഭാഗത്തായിട്ടേ. അത് ശരിയാ. ഇല്ല, അവിടെ മാങ്ങ ഇല്ലായിരുന്നു. തോന്നിയതാണ് കേട്ടോ. ഞാൻ കളിച്ചു. എന്തളിയാ? നീറടാ, നീറ് നീറ്. ഓ, അതിനായിരുന്നു ഞാൻ വിചാരിച്ചു. ആ പായസം പായസം പായസോ എവിടെ എവിടെ? പായസം കുടിച്ചിട്ടാ. പായസം അവരുണ്ടാക്കി നമുക്ക് കിട്ടുമല്ലോ. ഇല്ലളിയാ, നമുക്ക് പോയി കുടിച്ചിട്ട് വേണേ. ഇത് കഴുകി ഒരു കാര്യം ചെയ്യാം. ജമന്തേ 2 ഗ്ലാസ് പായസം ഇങ്ങോട്ട് എടുത്തോ. എടി ഇങ്ങോട്ട് എടുക്കാന്ന്. അളിയാ, നീ കളിച്ചേ. പായസം കുടിച്ചിട്ട് ഒന്ന് കളിച്ചാൽ പോരാ അളിയാ. ഇതെന്ത് വിശേഷം? നിന്റെ ബർത്ത്ഡേ വല്ലതും ആണോ? ഓ, ഒരു രസത്തിന് വെച്ചായിരിക്കടോ. രസത്തിന് തന്നെ പായസം വയ്ക്കണത്? രസം വെച്ചാൽ പോരെ? നീ വാ, പായസം കുടിച്ചിട്ടാ നടക്കും. വാ. ഈ പായസം പായസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് കൊള്ളാലോ. എന്താ പായസമൊക്കെ? ഒരു കാര്യമില്ല, അമ്മ സൂപ്പറായിട്ട് അങ്ങോട്ട് പായസം ഉണ്ടാക്കി. എന്താ വിശേഷം? വിശേഷിച്ചൊന്നുമില്ല, ചുമ്മാ ഇതിന് പായസം കുടിക്കണം എന്ന് എന്റെ അളിയാ, ഞാൻ ഇന്നലെയും കൂടി സ്വപ്നം കണ്ടതേ ഉള്ളൂ ഈ വീട്ടില് പാൽ പായസം വെക്കുന്നതായിട്ട്. അയ്യടാ, പായസം വേണ്ടേ? പിന്നെ ഞാൻ കാര്യം കേട്ടെ, നിങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിക്കണ കാര്യം എന്ത്? ഗ്ലാസ് എടുത്തോന്ന്. പിന്നെ വേണ്ട, ഒഴിച്ചു തരാൻ വയ്യ അല്ലേ? ഒഴിക്കാൻ ഞങ്ങൾ ആദ്യം കുടിക്കട്ടെ. ഇങ്ങനെ വെപ്രാളം കാണിച്ചാലാ അടങ്ങിയൊക്കെ അവിടെ. ഞങ്ങളും കൂടെ കുടിക്കുമല്ലോ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആര് വന്നാലും എഴുന്നേക്കാൻ പാടില്ല. എവിടെ അടുക്കളയല്ലേ? എടുക്കളേ. ഗ്ലാസ് കഴിയത് തന്നെയാണ്. ഞാൻ കഴിയണോ? ഗ്ലാസ് ഒക്കെ കഴുകി വെച്ചേക്കണം. പായസം എവിടെ? എടി എവിടെ പായസം? പായസം വെച്ച പാത്രം അവിടെ അത് കഴുകി വെച്ച്. കഴുകി വെച്ചാ? അല്ല, നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കണെങ്കിൽ പായസം കുടിച്ചോണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അതിനകത്തില്ല. ഇതാണ് പായസം വെച്ച പാത്രം. തീർന്നു, ഇതും കൂടെ ഉള്ളൂ. എന്ത് പണിയായി കാണിക്കണം നിങ്ങൾ? നമ്മൾ എത്ര ഗ്ലാസ് പായസം ഉണ്ടാക്കി? 5-6 ഗ്ലാസ് ഉണ്ടായമ്മേ. ഞങ്ങൾക്ക് എവിടെ? 2 ഗ്ലാസ് ഞങ്ങൾ മാറ്റി വെച്ചിരുന്നത്. അതെവിടെ? നോക്കിയപ്പോ അതില് മുടി കിടക്കുന്നു. പക്ഷെ കുടിച്ചാൽ നിങ്ങൾക്ക് ദഹിച്ചില്ലെങ്കിലും വരും. ഞങ്ങൾ അത് കൂടെ എടുത്ത് കുടിച്ചു. ഒരു മുടിയൊന്നും വലിയ കുഴപ്പമൊന്നുള്ള കാര്യമല്ല. പിന്നെ ആരായി പറയുന്നത്? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. മുടി കിടന്ന സാധനം കഴിക്കരുത്. അതെ അതന്നെ. ഏട്ടാ, ഊണ് കഴിക്കുമ്പോ ചെറിയ കഷ്ണം മുടി കിട്ടിയെന്നും പറഞ്ഞാൽ നിങ്ങൾ ആ ചോറ് മുഴുവൻ കൊണ്ട കളഞ്ഞില്ലേ? എന്തോരം പേര് പട്ടിണി കിടക്കണ്ട്. നിങ്ങൾ ആലോചിച്ചില്ലല്ലോ. അതിനെന്താ, അത് കഴിഞ്ഞിട്ട് നല്ല ഹോട്ടലിൽ ഭക്ഷണം കിട്ടിയല്ലോ. അവിടെ പിന്നെ ബംഗാളികൾ കൈ കഴുകിയാൽ എന്താ, കൈ കഴുകിയില്ലെങ്കിൽ എന്താ, അവരുടെ മുടി നല്ലതാ. അതെ, അത് കുളിക്കാത്ത മുടി നല്ലതാ. അവിടെ കഴിച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്കൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഈ അടുക്കളയിൽ കിടന്ന പാട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? കുറ്റം പറയാൻ എന്തൊരു ബിരുദന്മാര്. ക്ലാസ് വെച്ചിട്ടിറങ്ങി പോയിടാ. ശരി, അപ്പൊ ഞങ്ങൾക്ക് പായസം തരാതെ മനഃപൂർവ്വം ചെയ്തതാ. മനഃപൂർവ്വം നിങ്ങൾ ചെയ്തത്. പിന്നെ എന്ത് കളിയാ? ഒന്നും ചെയ്യാനില്ല. മറ്റേ പാട്ട് പഠിക്കോ? വിളിഭ്യരായി ഞാൻ വിഷണ്ണനായി, അത് പഠിക്കോ. നല്ലതാ. ഈ അവസരത്തിൽ ഏട്ടാ കുടിക്കല്ലേ, മുടിയുണ്ട് മുടി. ഞാൻ സഹിച്ചു. ഈ പായസം ആര് വെച്ചാലും അടിപൊളിയായിട്ടുണ്ട്. Alien versus Alien.